വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തുമെന്നാണ് CPIM സംസ്ഥാന സമ്മേളനത്തിലെ പൊതു ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നവീകരണത്തിനുള്ള മാർഗങ്ങളാണ് നടക്കുന്നതെന്നും അതിന്റെ ഭാഗമായി വിമർശനങ്ങളെ കാണുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ജനങ്ങൾക്കായി പ്രവർത്തിക്കണമെന്നും അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ MV ഗോവിന്ദൻ പറയുന്നു. റഹീസ് റഷീദാണ് CPIM സമ്മേളന നഗരിയിൽ നിന്നും കൊല്ലത്തു നിന്നും ചേരുന്നത് നമ്മോടൊപ്പം. റഹീസ്, കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചും എന്നാൽ മുഖ്യമന്ത്രിയെ കൈയടിച്ചുമൊക്കെയാണ് പ്രതിനിധികൾ സംസാരിക്കുന്നത് കണ്ടത്. ഇന്നിപ്പോൾ അദ്ദേഹം അതിന് മറുപടി നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ വിമർശനങ്ങളെ എങ്ങനെയാണ് MV ഗോവിന്ദൻ കാണുന്നത്? വിനിത, പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ അവസാന ഭാഗത്താണ് തനിക്കെതിരെ നടന്ന ചർച്ചകളെ അല്ലെങ്കിൽ വിമർശനങ്ങളെ പോസിറ്റീവായാണ് താൻ കാണുന്നത് എന്ന കാര്യം MV ഗോവിന്ദൻ പറഞ്ഞത്. തിരുത്തലുകൾ വരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകാനാണ് തന്റെ തീരുമാനമെന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. നവീകരണ പ്രവർത്തനത്തിലുള്ള മാർഗങ്ങളാണ് നടക്കുന്നത് എന്നതാണ് ആ ചർച്ചയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായി അല്ല, സഖാക്കളുടെ വിമർശനങ്ങൾ വ്യക്തിപരമായി ഞാൻ കാണുന്നില്ല. പകരം അത് പാർട്ടി സെക്രട്ടറി എന്ന പദവിയിൽ ഇരിക്കുമ്പോഴുള്ള വിമർശനമായി മാത്രമാണ് അതിനെ കാണുന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതായത് രാഷ്ട്രീയം കാണാതെ ഉള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഏതെങ്കിലും ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല എന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ രണ്ട് കാര്യത്തിലാണ് MV ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഒന്ന്, പാർട്ടിയിൽ മെറിറ്റും മൂല്യവും നോക്കി കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഏതെങ്കിലും പൊസിഷനിൽ പ്രധാനപ്പെട്ട പദവിയിലേക്ക് ആളുകളെ നിയമിക്കുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ആളുകളെ നിയമിക്കുന്നു എന്നൊരു വിമർശനം CI2-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സമ്മേളനത്തിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധിയായ PB ഹർഷകുമാർ ഉന്നയിച്ചിരുന്നു. ഒപ്പം പറഞ്ഞത് മാറ്റിപ്പറയുന്നു. രാവിലെ ഒന്ന് പറയും, വൈകിട്ട് മറ്റൊന്ന് പറയും. ഇത് ഏതാണ് ശരി എന്ന കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ വ്യക്തതയില്ല എന്ന തരത്തിലുള്ള ഏതായാലും വിമർശനങ്ങളെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. റഹീസ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയോട് എന്തായിരുന്നു പ്രതിനിധികളുടെ സമീപനം എന്നായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. ഇത് പാർട്ടി ലൈനാണോ എന്ന് ചിലരെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അല്ലേ? വിനിത, നയരേഖയ്ക്ക് മേൽ നടന്ന ചർച്ചയിൽ 27 ആളുകൾ പങ്കെടുത്തു. ഈ 27 ആളുകളിൽ ഭൂരിഭാഗം ആളുകളും വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ നയരേഖയെ കണ്ടത്. പക്ഷേ പോസിറ്റീവായി കണ്ട ആളുകൾ പോലും പലതരത്തിലുള്ള സംശയങ്ങൾ, ആശങ്കകൾ ഉന്നയിച്ചു. അതിൽ ഒരു വിമർശന സ്വഭാവത്തിലുള്ള സംശയം ഉന്നയിച്ചത് കോഴിക്കോട് നിന്നുള്ള പ്രതിനിധി KT കുഞ്ഞിക്കണ്ണനാണ്. പാർട്ടി ലൈൻ തന്നെയാണോ നയരേഖയിൽ പറയുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ഒപ്പം ജനങ്ങളിൽ നിന്ന് പണം വാങ്ങി സേവനം കൊടുക്കുക എന്ന തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ രേഖ തിരിച്ചടിയാകുമോ എന്ന് പരിശോധിക്കണമെന്നതായിരുന്നു ആവശ്യം. അതിന്മേലുള്ള മറുപടി നാളെയാണ് പിണറായി വിജയൻ നൽകുക. അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരിക്കും ഇക്കാര്യത്തിൽ എന്നത് കൂടിയാണ് നമുക്കിനി അറിയേണ്ടത്.